പേര് സന്തോഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വലിയമലയിൽ നിന്ന് വരുന്നു. ഞാൻ വലിയമല സെൻറ്റ് തോമസ് മലങ്കരപ്പള്ളി ഇടവക അംഗമാണ്. ഞാൻ അവിടുത്തെ ഒരു ശുശ്രൂഷകനായി കപ്പിയാരായി ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ 2024 ഡിസംബർ 16 വെളുപ്പാങ്കാലം 5 മണിക്ക് ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. മാതാവ് ഇടപെട്ടതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ മാതാവ് എന്നെ അനുവദിച്ചത്. എല്ലാ ദിവസവും ഞാൻ വെളുപ്പാങ്കാലം 5 മണിക്ക് പള്ളിയിൽ മണിയടിക്കാനായി പോകും. 20 വർഷം കൊണ്ട് പോകുന്നതാണ്. ഒരേ വഴിയെ പോകും, അതേ വഴിയെ തന്നെ തിരിച്ച് വരികയും ചെയ്യും. അന്ന് 5:05 ആയപ്പോൾ 5 മണിക്ക് മണിയടിച്ചിട്ട് 5:05 ആയപ്പോൾ പള്ളിയിലെ ലൈറ്റെല്ലാം ഓഫാക്കി വീട്ടിലേക്ക് വരുവാൻ വേണ്ടി ഗേറ്റിൻ്റെ നടയിൽ വന്നപ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് ഇന്ന് അതിലേ പോകണ്ട, ഇന്ന് സെമിത്തേരിയുടെ അതിലെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അതുവഴി ഇറങ്ങിപ്പോകുന്നത്. പള്ളിയിലെ വെളിച്ചമെല്ലാം പോയി ഇരുട്ടത്തോടെ ഞാൻ സെമിത്തേരിയുടെ അതിലെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് പോയി. മുറ്റത്ത് ചെന്നിറങ്ങിയ സമയത്ത് എൻ്റെ ജീവൻ ഒത്തിരി പെടഞ്ഞു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു 4 പേര് എൻ്റെ മുന്നിൽ കൂടി പോകുന്നതായിട്ട് മാതാവ് എനിക്ക് നടന്നു പോകുന്ന സൗണ്ട് കേൾപ്പിച്ചു തന്നു. സൗണ്ട് വലുതായി കേട്ട് ചെറിയ സൗണ്ടിൽ അവസാനിച്ചു. പള്ളിയുടെ മുറ്റത്ത് നിലവിളിയും കേട്ടു. ഞാൻ അവിടെ നിന്നും ഓടി അവിടെ ചെന്നപ്പോൾ ഒരു ടാപ്പിൻ തൊഴിലാളി വെട്ടേറ്റു രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ഉടനെ തന്നെ എൻ്റെ വാഹനമെടുത്തുകൊണ്ട് പുള്ളിക്കാരനെ കയറ്റിക്കൊണ്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ എത്തിച്ചതുകൊണ്ട് പുള്ളിക്കാരൻ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞു. മാതാവ് നൽകിയ വലിയ അത്ഭുതമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവർ കടന്നു വന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. എനിക്ക് 46 വർഷം കൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ പറ്റില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ റൂമിൽ പ്രത്യക്ഷപ്പെട്ടു, എന്നെ വന്ന് തൊട്ടു. അതിനുശേഷം ഇന്ന് വരെയും ഞാൻ മുട്ടുകുത്താതെ പ്രാർത്ഥിച്ചിട്ടില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും പള്ളിയിലോ വീട്ടിലോ മുട്ടുകുത്തിയേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. മാതാവ് എനിക്ക് നൽകിയ വലിയ കൃപയ്ക്ക് ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ തലമുടി കൊഴിയുമായിരുന്നു. തലമുടിയിലെ തലവേദനയും തലയിൽ ചരങ്ങുമുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് വരെയും അതുണ്ടായിട്ടില്ല. പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ നെഞ്ചിൽ 2 ആഴ്ചയോളം നെഞ്ചിൽ കൂടി ഒരു ഉടക്ക് വീണു. എനിക്ക് തിരിഞ്ഞു കിടക്കുവാനോ ഒന്നും ചെയ്യുവാനോ സാധ്യമല്ലായിരുന്നു. ഞാൻ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ട് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചു. എന്നിട്ടും ഒരു കുറവുമില്ല. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ നട്ടെല്ലിൽ ഒരു ഉടക്ക് വീണു. അത് പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് ഉടമ്പടി തൈലത്തിലൂടെ എനിക്ക് സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ എനിക്കോ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ എന്ത് രോഗം വന്നാലും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാതാവ് മാറ്റിത്തരാറുണ്ട്. ഇത്രയൊക്കെ വലിയ അനുഗ്രഹം നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെ ഇപ്പോഴും ജീവിക്കാൻ അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ വാഹനത്തിൽ കയറുമ്പോൾ എല്ലാവരെയും വചനം കേൾപ്പിക്കുകയും പ്രത്യേകിച്ച് കൃപാസന സാക്ഷ്യങ്ങളും ഇവിടുത്തെ പ്രസംഗങ്ങളും ഇട്ടുകൊടുത്ത് എല്ലാവരെയും കേൾപ്പിക്കുകയും ഞാൻ കേൾക്കാറുമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങി ഓട്ടോ സ്റ്റാൻഡുകളിലും ഡ്രൈവർമാർക്കും ഹോസ്പിറ്റലുകളിലും കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ 1 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ വചനം 2 പ്രാവശ്യം ബൈബിൾ മൊത്തത്തിൽ വായിച്ച് തീർത്ത് ഇപ്പം 3-ാം പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 23:4 മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു.